ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്, ഇത്രയും വലിയ എയർ ഡിഫെൻസ് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ മണ്ണിൽ ഇറാൻ മിസൈലുകൾ വീണത്? അയൺ ഡോം എവിടെ പോയി? അയൺ ഡോം മരിച്ചോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. പക്ഷേ അയൺ ഡോം മരിച്ചിട്ടൊന്നുമില്ല. അതിനുള്ള ഉത്തരം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അയൺ ഡോം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെറിയ ഷോർട്ട് റേഞ്ചിലുള്ള മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനമാണ്. അതായത് ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ, അതായത് അത്യാധുനിക ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ്. അതായത് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക്, ഇൻ്റർകോണ്ടിനെൻ്റൽ എന്നാണ് പറയുക, കോണ്ടിനെൻ്റ് ഭൂഖണ്ഡം എന്നാണ്, മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് ഉപയോഗിക്കാൻ വരെ കെൽപ്പുള്ള കിലോമീറ്ററുകൾ അകലേക്ക് പോകുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൃത്യതയോടെ, ഇത്രയും കാര്യക്ഷമതയോടെ മിസൈലുകൾ വീഴാൻ ഇസ്രായേലിൽ വീഴാൻ ഇറാൻ മിസൈലുകൾക്ക് സാധിച്ചിട്ടുള്ളത്. ഫത്താഹ് 2, അതുപോലെ തന്നെ ഖദർ, പിന്നെ അവരുടെ തന്നെ ഹൈബർ മിസൈലുകൾ ഉൾപ്പെടെ വലിയ മിസൈലുകളുടെ ശേഖരങ്ങൾ ഇറാൻ്റെ കയ്യിലുണ്ട്. അത് കൃത്യമായിട്ട് വീഴും എന്ന് ഇന്നലത്തോടെ മനസ്സിലായി. പിൻ പോയിന്റ് ആക്രോസിയാണ് ഇറാൻ വാഗ്ദാനം ചെയ്യുന്നത്. അത് അവർ നടപ്പിലാക്കി. പക്ഷേ 100 കണക്കിന് മിസൈലുകൾ അയച്ചിട്ടും അതിൽ 25 or 10 മിസൈലുകളൊക്കെ വീണ് പൊട്ടിയിട്ടുള്ളൂ. അതിന് കാരണം അയൺ ഡോം അല്ല, പകരം അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്, ഇസ്രായേൽ പ്രതിരോധിക്കുന്നത് ഏത് മിസൈലുകളാണ്, ഏത് ആൻറ്റി ബാലിസ്റ്റിക് മിസൈലുകളാണെന്ന് വെച്ചാൽ അബ്രഹാം സ്ലിംഗ് ഷോട്ട്, ആരോ തുടങ്ങിയ ആൻറ്റി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കുന്നത്. താങ്ക് യു.